പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശത്രുക്കളുടെ ചതിക്കുഴിയിൽപ്പെടാതെ ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന നക്ഷത്ര ജാതകർ. ഇനി ഇവർക്കങ്ങോട്ട് വിജയത്തിൻ്റെ നാളുകളാണ്. ശത്രുക്കളെ പകരം വീട്ടിക്കൊണ്ട് തലയുയർത്തി നിൽക്കാൻ വരും ദിവസങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും ഇവരുടെ നക്ഷത്രഫലത്തിൽ കാണുന്നുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യണം. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പറയാം രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ശത്രുക്കളുടെ യാതൊരു ശല്യവും ഇല്ലാത്ത കുറച്ച് ദിവസങ്ങൾ. ഇവർക്ക് ഇവരുടെ ജീവിതപാതയിൽ വിജയങ്ങൾ മാത്രം ലഭിക്കുന്ന ഒരാഴ്ചക്കാലം. തൊഴിൽ രംഗം മെച്ചപ്പെടാനും കച്ചവടക്കാർക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും സാധിക്കുന്നൊരു സമയം കൂടിയാണ്. മനസ്വസ്ഥത വർദ്ധിച്ചു വരികയും ഇനി എന്ത് എന്ന ആശങ്ക അത് മനസ്സിൽ നിന്ന് വിട്ടൊഴിയുകയും ചെയ്യും. ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കുകയും നല്ലൊരു കുടുംബജീവിതം നയിക്കാനും വരും ദിവസങ്ങളിൽ ഇവർക്ക് സാധിക്കും. വിവാഹമോചന കേസുകളിലെ ഒത്തുതീർപ്പ് ചർച്ചകൾ വിജയിക്കുകയും ഉദരവ്യാധി, വായുകോപം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ മൂലം ചികിത്സയിൽ കഴിയുന്നവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാനും സാധിക്കും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. വിദേശത്ത് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ശ്രമിച്ചാൽ അനുകൂല സമയമാണ്. സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ച കൂടുതലാകാതെ ശ്രദ്ധിക്കണം. ഭൂമിയുടെ കച്ചവടം ലാഭത്തിൽ ആകും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരവും ഉണ്ടാകും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥമായൊരു അന്തരീക്ഷമായിരിക്കും വരും ദിവസങ്ങളിൽ. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തേക്കോ അന്യ സംസ്ഥാനങ്ങളിലേക്കോ പോകേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഇവരിൽ കാണുന്നുണ്ട്. പലവിധ സന്തോഷ അനുഭവങ്ങളും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ ലഭ്യമാകും. കലഹഭയം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കണം. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ഈശ്വര ഭജനത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ധനലാഭം ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. ചില ബന്ധുക്കളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകൾ ഫലം കാണും. പലവിധ രോഗാരിഷ്ഠിതകളും ഉണ്ടാകും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകാൻ സാധ്യതകൾ കൂടുതലാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ലൊരു സമയം തന്നെയാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ശത്രുക്കളിൽ നിന്നുള്ള ശല്യങ്ങൾ ഇവർക്ക് കുറയുകയും അവരെ പകരം ചോദിക്കാനുള്ള അവസരങ്ങളും ഇനിയുണ്ടാകും. മനസ്സ് സന്തോഷഭരിതമായിരിക്കും. ചില സാഹചര്യങ്ങൾ കൊണ്ട് സഹോദരങ്ങളുടെ അകൽച്ച ദുഃഖമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും ആശങ്കപ്പെടാതിരിക്കുക. ആരോഗ്യപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉള്ളൊരു കാലഘട്ടമല്ല. ത്വക്കുരോഗം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. വരും ദിവസങ്ങളിൽ കാര്യസാധ്യങ്ങളും വളരെ കൂടുതലായിരിക്കും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള വിഘ്നങ്ങൾ നീങ്ങി പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നടന്നു കിട്ടാനും സാധ്യതകൾ കൂടുതലാണ്. ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റമോ പ്രതീക്ഷിക്കുന്നൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമോ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. ബന്ധുജനങ്ങളുടെ സഹായം എപ്പോഴും ഇവർക്കൊപ്പം തന്നെ ഉണ്ടാകും. സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അധികാരം പ്രയോഗിക്കാനായിട്ട് സാധിക്കും.
പുതിയ വീടിനായിട്ട് ഈ സമയത്ത് ശ്രമം തുടങ്ങിയാൽ പ്രതീക്ഷിക്കുന്ന സമയത്തു തന്നെ പൂർത്തീകരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട്. ഇവർ ഗുണഫലങ്ങൾ ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് ശിവങ്കൽ നിവേദ്യ സഹിതം ധാര കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മകം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാൻ ചില മാർഗങ്ങൾ ഇവർക്ക് ലഭിക്കും. സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളൊക്കെ മാറി നല്ല സന്തോഷം നിറഞ്ഞൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകും. വിദ്യാഭ്യാസത്തിലെ തടസ്സക്ലേശങ്ങൾ നീങ്ങിക്കിട്ടും. വാതബന്ധിയായ രോഗങ്ങൾ, നേത്രരോഗം ഇവ ശ്രദ്ധിക്കണം. ദുർജനങ്ങളുമായിട്ട് സഹകരിക്കാതിരിക്കുക. വീട്ടിൽ സമ്മിശ്ര ഫലമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടുമുള്ള കലഹങ്ങൾ കൂടുതലാകാതെ സൂക്ഷിക്കണം. കടങ്ങൾ തീർക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. ആജ്ഞാസിദ്ധി പ്രകടമാക്കേണ്ടതായിട്ട് വരും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടൊഴിയും. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങിവരും. സഹായികളുമായിട്ട് ബന്ധപ്പെട്ട് അപവാദങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സമസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ധനാഗമത്തിൻ്റെ കുറച്ച് ദിവസങ്ങളാണ് വരുന്നൊരാഴ്ച. ധനത്തെ ചൊല്ലി കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായ കാര്യസാധ്യങ്ങൾ മൂലം ജീവിതത്തിൽ മുന്നേറ്റം നടത്താൻ സാധിക്കും. രോഗശാന്തി ഉണ്ടാകും. അലങ്കാര സാധനങ്ങളോ വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. വലിയ ദുഃഖ അനുഭവങ്ങൾ നിഷ്പ്രയാസം അതിജീവിക്കും. ആദിവ്യാധികൾ കുറഞ്ഞു തുടങ്ങും. ബന്ധനാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ചില യാത്രകൾ വേണ്ടിവരും. കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഗൃഹനിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ വിജയം കാണും. പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും. ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ വിഷമമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള സാധ്യതകളും ഈ സമയത്ത് കൂടുതലാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണുവിന് ഷഡാക്ഷര സുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും പാൽപായസ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കണം. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ശത്രുക്കളുടെ ചതിയിൽപ്പെടാതെ തലയുയർത്തി നിൽക്കാൻ വരും ദിവസങ്ങളിൽ ഇവർക്ക് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് സാധിക്കും. വാക്കുദോഷം മൂലം ശത്രുക്കളെ വർദ്ധിപ്പിക്കാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഉദരരോഗം, കാൽപാദങ്ങൾ, ഒടിവ്, ചതവ് ഇവ കൂടി ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഗവൺമെൻറ്റുമായിട്ടുള്ള ഏർപ്പാടുകളിൽ വിജയം വരും. മനോവിചാരം കുറഞ്ഞു തുടങ്ങും. പോലീസ് കേസുകളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ബുദ്ധിസാമർഥ്യം പല കാര്യങ്ങളിലും തുണയാകും. പലവിധ ധനാഗമങ്ങൾ ഉണ്ടാകും. നല്ല ഉറക്കം ലഭിക്കും. മക്കൾ അടുത്തില്ലാത്തതിൻ്റെ വിഷമം കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സന്താന ഉൽപാദന ചികിത്സകളിൽ തടസ്സം ഉണ്ടാകാതെ നോക്കണം. ഭൂമി കച്ചവടം ലാഭകരമാകും. തർക്ക വിഷയങ്ങളിൽ യുക്തി കൊണ്ട് വിജയം വരിക്കണം. മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവിവേകങ്ങൾ മനസ്സിൽ ഉടലെടുത്താലും അത് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. സഹപാഠികളുമായിട്ടുള്ള കലഹങ്ങൾ അവസാനിപ്പിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് എണ്ണ അഭിഷേകം ചെയ്ത് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തലയുയർത്തി നിൽക്കുന്നൊരു നക്ഷത്രക്കാരായ ഉത്രട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരുടെ ജീവിതത്തിൽ എല്ലാ അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും കുറഞ്ഞു തുടങ്ങുന്ന ഒരു സമയമാണ്. ഇനി കാര്യസാധ്യങ്ങളുടെ ദിവസം കൂടിയാണ്. ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് മോചിതൻ ആകുകയും ചെയ്യുന്നതായിരിക്കും. ഗൃഹനിർമ്മാണത്തിൻ്റെ പൂർത്തീകരണം ഏറെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇവർക്ക് പ്രതീക്ഷിക്കുന്ന സമയത്ത് പുതിയ ഗൃഹത്തിലേക്ക് താമസം മാറാൻ സാധിക്കും. ജീവിത പങ്കാളിക്കുള്ള രോഗാരിഷ്ഠിതകൾ കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങൾക്കുള്ള ആപത്തുകൾ ഒന്ന് ശ്രദ്ധിക്കണം. മനസ്വസ്ഥത വർദ്ധിച്ചു വരും. ഗൃഹ ഉപകരണങ്ങൾ മാറ്റിവാങ്ങാനാകും. അല്പമായ ചില സുഖ അനുഭവങ്ങളും ഉണ്ടാകും. ചെയ്യുന്ന പ്രവൃത്തികൾ പരാജയപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രോജക്റ്റുകൾ തുടങ്ങിയവ തയ്യാറാക്കുമ്പോൾ
പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള യോഗവും ഉണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ജയദുർഗ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.